നമസ്കാരം, എല്ലാവർക്കും അക്കോസേട്ടൻ വ്ളോഗിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു മീൻ ചന്ത വിശേഷമാണ്. ഹൈദരാബാദ് സെക്കന്ദരാബാദ് നഗരത്തിലെ ഏറ്റവും വലിയ ഫിഷ് മാർക്കറ്റ് മുഷീറാബാദ് ഫിഷ് മാർക്കറ്റ്. സെക്കന്ദരാബാദ് റെയിൽവേ സ്റ്റേഷൻ അടുത്താണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ ഹോസ്പിറ്റലായ ഗാന്ധി ഹോസ്പിറ്റലിന് തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്ന അവിടുത്തെ ചെറിയ വിശേഷങ്ങൾ. എല്ലാ മീനുകളും നമ്മുടെ പ്രത്യേകിച്ച് സമുദ്രത്തിലുള്ള സീ ഫിഷ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മലയാളികൾ ആശ്രയിക്കുന്നത് ഈ മാർക്കറ്റിനെയാണ്. വലിയ റഷാണ്. അപ്പോൾ അവിടുത്തെ ചെറിയ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. വളരെ മിതമായ വിലയിൽ ഫ്രഷ് മീനാണ് അവിടെ കിട്ടാറുള്ളത്. ഇത് കൂടാതെ തന്നെ നമ്മുടെ തിലോപ്പിയ, റുഹു, കട്ട്ള, അങ്ങനെ നിരവധി പുഴമീനുകളും ഞണ്ട്, കൊഞ്ച്, ഇഷ്ടംപോലെ ചെമ്മീൻ കിട്ടും. അവിടെ പോയി കാണുന്നത് നല്ല ഒരു എങ്കിലും വലിയ ക്രൗഡറാണ്. അവിടെ സ്ഥല പരിമിതിയുണ്ട്. പിന്നെ മീൻ ചന്തയുടെ ഒരു രീതികൾ അറിയാമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതോ ഇവിടെ എന്തുണ്ട്? ഒന്നുമില്ലല്ലേ? ഇന്ന് സൺഡേ സെക്കന്ദരാബാദ് മുഷീറാബാദ് ഫിഷ് മാർക്കറ്റിൽ നിന്ന് ഞാനും കുഞ്ഞുങ്ങളൂടെ പോയി. ആദ്യം ഇതെന്തോടെ തെരണ്ടിയില്ലേ? തെരണ്ടി എത്ര രൂപയായിരുന്നു കിലോ? 200 രൂപ കിലോ. ഇതൊരു 1,600 ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നല്ല പച്ച അയില. ഇത് കഴുകിയില്ല കേട്ടോ, അവിടുന്ന് വെട്ടിക്കൊണ്ടുവന്നാണ്. ഇനി കഴുകണം, കാരണം അതിൻ്റെ ഒരു ഫ്രഷ്നസ് ഉണ്ട്. ചോരയൊക്കെ ആയിട്ട് നല്ല അയലയും 200 രൂപ. ഇത് ഉലുവ മീനാണ്. ഇത് 1 കിലോ മേടിച്ചു. ഇതും നല്ല ഫ്രഷാണ്. ഇതും എല്ലാം വെട്ടിത്തരും. പിന്നെ ഇത് ചൂര, അച്ചാറിടാനാണ് ചൂര. അങ്ങനെ 4 ഐറ്റം കിട്ടിയിട്ടുണ്ട്. പിന്നുള്ള ചെങ്കലവായും കൊഞ്ചാങ്കിൽ ഇഷ്ടം പോലെ പല വിലയാണ്. 400 രൂപ ഉണ്ട്, 350, 200, 250, 180, അങ്ങനെ പലതരത്തിലുള്ള നമ്മുടെ നാട്ടിലുള്ള സകലതരം മീനും കിട്ടും. പിന്നെ ഇന്ന് വറ്റ ഒന്നും കണ്ടില്ല. ഇവിടുത്തെ ഏറ്റവും വലിയ ഫിഷ് മാർക്കറ്റാണ്. അതായത് ഇവിടുത്തെ ഗാന്ധി ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ഫിഷ് മാർക്കറ്റ്. അതായത് വളരെ ക്രൗഡഡാണ്, എങ്കിലും നല്ല ഫ്രഷ് മീൻ നമുക്ക് കിട്ടും, നല്ല മിതമായ വിലയിൽ. അപ്പോൾ ഇന്ന് മേടിച്ച ചൂര എന്തോ പരിപാടി? അച്ചാറിടാനുള്ള ചൂര അത് വറുത്തോണ്ടിരിക്കുകയാണ്. വറുത്തിങ്ങനെ ഇതിപ്പം ഉച്ചക്കലത്തേക്കും ആയിട്ടുള്ള പിന്നെ ഉലുവ മീൻ അങ്ങ് വറുത്ത് വെച്ചു. പിന്നെ ഇതെന്തോടെ? തെരണ്ടി ഇന്ന് ഉച്ചക്കലത്തേക്ക് കറി വയ്ക്കാൻ, വറുത്തരച്ച് കറി വയ്ക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ തൽക്കാലം ഇപ്പോൾ ഞങ്ങൾ ഇതുവരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. ഇപ്പോൾ 10 മണി കഴിയുന്നു. ആ മാർക്കറ്റിൽ പോയിട്ട് വന്ന് ഇനിയിപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ ഇത് അച്ചാർ ഇടാനുള്ള വറുത്തൊക്കെ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ചാനലൊക്കെ ആദ്യം കാണുന്നവർ ജസ്റ്റ് ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കണം കേട്ടോ, പ്ലീസ്. താങ്ക് യു.